കേരളത്തിലെ പ്രശസ്തമായ യക്ഷിക്കഥകൾ. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തനതായ യക്ഷിക്കഥകളുണ്ട്. കല്ലിയങ്കാട്ട് നീലി, പ്രതികാരത്തിന്റെ തീജ്വാല. പണ്ട് തമിഴ്നാട്ടിലെ കല്ലിയങ്കാട് എന്ന സ്ഥലത്ത് നീലി എന്നൊരു സുന്ദരിയുണ്ടായിരുന്നു. നീലിയെ വഞ്ചിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചും ഒടുവിൽ ഒരു യാത്രക്കിടയിൽ കൊലപ്പെടുത്തുകയും ചെയ്തത് അവളുടെ ഭർത്താവായിരുന്നു. ഭർത്താവിനോടുള്ള പ്രതികാരം കാരണം അത്യധികം വൈരാഗ്യത്തോടെ നീലി ഒരു യക്ഷിയായി മാറി. നീലിയുടെ ഭർത്താവ് വീണ്ടും കേരളത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിച്ചു. നീലി യക്ഷിയുടെ രൂപത്തിൽ ഈ ബ്രാഹ്മണന്റെ പിറകെ കൂടുകയും അവസാനം തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കടുത്തുള്ള ഒരു കാളിക്ഷേത്രത്തിന് സമീപം വെച്ച് ഭർത്താവിനെ വധിക്കുകയും ചെയ്തു. നീലിയുടെ രൗദ്രഭാവം അത്ര തീവ്രമായിരുന്നു. ഈ യക്ഷിയെ തളയ്ക്കാൻ അന്നത്തെ പ്രശസ്ത മന്ത്രവാദിയായിരുന്ന കാട്ടുമാടം നമ്പൂതിരിക്ക് പോലും സാധിച്ചില്ല. ഒടുവിൽ ഈ യക്ഷിയെ ആവാഹിച്ച് പരമഭക്തനായ ഒരു ബ്രാഹ്മണന്റെ സഹായത്തോടെ ഒറ്റപ്പാലത്തിനടുത്ത് ഇളയിടത്ത് അടക്കിയതായി വിശ്വസിക്കപ്പെടുന്നു. ചില കഥകളിൽ ഈ യക്ഷിയെ കോട്ടയം കുറവിലങ്ങാടുള്ള മൂത്തേടത്ത് കാവിൽ കുടിയിരുത്തിയെന്നും പറയുന്നു.